സന്തോഷമേ ഉള്ളൂ. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാകും. പക്ഷേ ഒരു വോട്ടിനാണെങ്കിലും അത് വിജയിച്ചാൽ അത് വിജയമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. BJP കൂടുതൽ വോട്ട് സ്വാധീനം ചെലുത്തി വാങ്ങി എന്ന് പറയുമ്പോൾ അവർ പണാധിപത്യമാണ് അതിൽ ഉണ്ടായിരുന്നത്. പണം കൊടുത്ത് ജനങ്ങളെ വശത്താക്കാൻ വേണ്ടി പരമാവധി ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പലയിടങ്ങളും BJP ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞത്. അതിൽ ഈ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു BJPയുടെ ഒരു രാഷ്ട്രീയ ശൈലിയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആറ്റിങ്ങലിൽ വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് അടൂർ പ്രകാശ് MP. കുറഞ്ഞത് 58,000 വോട്ടുകൾ. കേരളത്തിലെ മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരിക്കും തന്റേതെന്നും അടൂർ പ്രകാശ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. മഹേഷ്, വോട്ട് ചോർച്ചയുടെ കാരണങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് അടൂർ പ്രകാശ് എന്ന് ഈ ബൈറ്റിൽ നിന്ന് വ്യക്തമാണ്. ആദ്യ സൂചനകൾ എന്താണ് നൽകുന്നത്? വോട്ട് ചോർച്ച എത്തരത്തിലായിരിക്കും? പണം അതിനകത്ത് വലിയൊരു ഘടകമായി എന്ന് പറഞ്ഞു വെക്കുന്നു. എന്താണ് മഹേഷ് കൂടുതൽ പറയാനുള്ളത്? അടൂർ പ്രകാശിന്റെ ഇലക്ഷൻ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. 685 വോട്ടുകൾ അദ്ദേഹം ലീഡ് ചെയ്ത് വിജയത്തിലേക്ക് എത്തിയ നിലയിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് LDF പരാതി ഉന്നയിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ അസാധുവായി കണക്കാക്കി മാറ്റിവെച്ചിരുന്ന പോസ്റ്റൽ വോട്ടുകൾ വീണ്ടും റീകൗണ്ട് ചെയ്യാൻ, വീണ്ടും എണ്ണുന്നതിന് വേണ്ടി പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പരിശോധിച്ച് 3 റൗണ്ടായിട്ടാണ് അത് പരിശോധന പൂർത്തിയാക്കി എണ്ണിയത്. അതിൽ ഒരു വോട്ട് സാധുവാണെന്ന് കണ്ടെത്തി. അത് എതിർ സ്ഥാനാർത്ഥിയായ LDFിലെ V ജോയിക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ 685 എന്ന അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം 684 കുറയുകയും ചെയ്തു. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് അടൂർ പ്രകാശ്. താൻ ഇന്ത്യയിൽ തന്നെ, രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ജയിച്ച ആളായിരിക്കാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. UDF കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ച തരത്തിലേക്കുള്ള ഒരു പരാജയത്തിനടുത്തെത്തിയ ഒരു അവസ്ഥയിലായിരുന്നു അടൂർ പ്രകാശ്. 684 എന്ന വളരെ ചെറിയ ഒരു വോട്ട് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു കയറുന്നത്. ഇതിൽ 59,000-ഓളം വോട്ടുകളാണ് UDFിന്റെ പക്കൽ നിന്നും BJPയിലേക്ക് കുറയുന്നതും BJPക്ക് വോട്ട് വിഹിതം കൂടുകയും ചെയ്യുന്നത്. LDFിൽ നിന്നും അതുപോലെ തന്നെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇവർക്കെല്ലാം കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളിൽ നിന്നുള്ള ശതമാനക്കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ മുന്നേറ്റമാണ്. BJP 3 ലക്ഷത്തിന് മേളിലേക്ക് വോട്ടുകൾ കൂട്ടുകയാണ് LDF സ്ഥാനാർത്ഥി V മുരളീധരൻ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ വോട്ട് ചോർച്ചയുടെ കാരണങ്ങൾ പരിശോധിക്കണം. കാരണം വലിയ അപകടകരമായ സാഹചര്യം ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയും ആശങ്കയും UDFിനും LDFിനും ഉണ്ട്. സംഗീത. ശരി മഹേഷ്, ആറ്റിങ്ങലിലെ വോട്ട് ചോർച്ചയെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കാൻ തന്നെയാണ് അടൂർ പ്രകാശ് തീരുമാനം. 58,000 വോട്ടുകളുടെ കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് മഹേഷ് ചന്ദ്രൻ പങ്കുവച്ചത്.